Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ കുറച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുള്ളതൊക്കെ. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ചു. അയാനു ബേബിയൊന്നും നീച്ചിട്ടില്ല, നല്ല ഉറക്കത്തിലാണ് മൂപ്പര്. പിന്നെ എല്ലാവരും നീച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല പൂരിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന് പറയണ പോലെ ഈസി അല്ല ഈ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എടുക്കാറുണ്ട്, കുറച്ച് ടാസ്ക്കാണ്. പിന്നെ അത് മാത്രമല്ല ചിലപ്പോൾ ഇടയിൽ മറന്നു പോവുകയും ചെയ്യും നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ബട്ട് എൻ്റെ യൂഷ്വലി ഉള്ള ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ല ഇത്. ഞാൻ അങ്ങനെ എവിടെയും മറന്നിട്ടൊന്നുമില്ല, ഞാൻ പക്ക ഒരു ഫ്ലോയിൽ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷായി. പിന്നെ രാവിലെ തന്നെ വാപ്പിയും കാക്കൊക്കെ അങ്ങനെ ചെടികൾ നടുന്ന തിരക്കിലാണ്. നമ്മളിപ്പോൾ ഇവരെല്ലാവരുടെയും ഫോക്കസ് ഈ ചെടികൾ നടണയിലാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ മരങ്ങളോ ഒന്നും ഇല്ല, ഒക്കെ നമ്മൾ ആ വീട് പണിയിലൊക്കെ ഇങ്ങോട്ട് തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതൽ ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ട് വേണം, ഒക്കെ വലുതായി ഉണ്ടായിട്ട് വേണം. അപ്പോൾ അതാ എൻ്റെ ഏക നാത്തൂന് കൂട്ടിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മാനിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കപ്പിൾസ് രണ്ടാളും തുണികളൊക്കെ അങ്ങനെ അയൽ വിരിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ വെറുതെ ഓരോ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാനങ്ങനെ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാറില്ല, പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്താണ്. പിന്നെ വാപ്പയൊക്കെ നാട്ടിലെത്തിയിട്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും നാട്ടിലുണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാപ്പയും തിരിച്ച് ദുബായിലോട്ട് തന്നെ പോകും. പിന്നെ കാക്കു ആഴ്ചയിലാണ് വീട്ടിലോട്ട് വരാറ്. ഓന് കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീക്കിലി ശനി ഞായറൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂന്. ഞാൻ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ വരാറുണ്ട് നാത്തൂനെ കൂട്ടി വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇപ്പോൾ എന്താ ഇങ്ങനെ നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാക്കു താഴത്ത് എന്തൊക്കെയും നടന്നതിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇമ്മയും വാപ്പയും കാക്കും ഒക്കെ പുറത്തു പോകുന്നു, ഓരോ ചെടികൾ വാങ്ങിയിട്ട് വരുന്നു, നടണു. ഇതന്നെയാണ് മാവ്, പ്ലാവ്, തെങ്ങ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ ചെടികളൊക്കെ വാങ്ങി നടനുണ്ടായിരുന്നു. ഓരവിടെ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. പിന്നെ എനിക്ക് റൂമിൽ കുറച്ച് എൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ മടക്കി വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ പെൻഡിങ്ങിലുണ്ട്, പഠിച്ചാനുണ്ട്. കാക്കുവിൻ്റെ കല്യാണവും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറേ ക്ലാസ് പെൻഡിങ്ങിലായിരുന്നു. അതന്നെ ഓരോ ക്ലാസ്സും 3-4 മണിക്കൂറൊക്കെയാണ് ഉണ്ടാവുക. ഇതാണെങ്കിൽ എനിക്ക് കല്യാണമൊക്കെ ആയിട്ട് തിരക്കപ്പെട്ടോട്ട് എനിക്ക് കുറേ ക്ലാസ് കാണാനായിരുന്നു. ഇതൊക്കെ കണ്ടു തീർക്കാനുള്ളതിന് വലിയൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കാണുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഉഴപ്പും, ഓഫ്ലൈൻ പോലെയല്ല. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ ക്ലാസ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, വേറെ ആരും വന്ന് നമ്മളെ ഫോഴ്സ് ചെയ്യൊന്നുമില്ല. ഇത് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് വേറെ നിവൃത്തിയില്ല, പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ തന്നെ പ്രഷർ ചെയ്ത് നമ്മൾ തന്നെ ക്ലാസ് കാണണം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ACCA പറ്റി 2 വാക്ക് എങ്ങനെയാണ് നമുക്ക് ചോദിക്കും. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല, കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ACCA ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ ആയിട്ടില്ല. ഞാൻ എല്ലാം ശരിയാക്കി പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. ബട്ട് സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടും ഒപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ്. ഞാനിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് തന്നെ യാതൊരു ഐഡിയ ഇല്ല. ഇടയ്ക്കൊക്കെ നല്ലോണം എക്സോസ്റ്റഡ് ആവും, പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ രണ്ടും കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതിനെപ്പറ്റി 2 വാക്ക് പറയുകയാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കോഴ്സ് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്നും ചെയ്യാൻ റെഡി അല്ലാതെ ഇങ്ങനത്തെ കുറേ പ്രൊഫഷണൽ കോഴ്സുകളൊന്നും എടുത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല, കുറേ പൈസ പോകുന്നല്ലാതെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി പറയാം. എല്ലാവർക്കും ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിത്തം സ്റ്റക്കായ പോയ പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പറയുന്നത്. കുഞ്ഞിലൊക്കെ നമ്മുടെ പലരുടെയും ആഗ്രഹമായിരിക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. പക്ഷെ കൂടുതൽ പേർക്കും ആഗ്രഹം ടീച്ചർ ആവണം എന്നായിരിക്കും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. പല സാഹചര്യങ്ങളും കൊണ്ട് +2 ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പഠിത്തം സ്റ്റക്കായവരൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നീട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇൻട്രോവെല്ലിൻ്റെ ECPC മോണ്ടിസോറി ഡിപ്ലോമ ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. ഇതിന് നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി. 8 മന്ത്സ് ക്ലാസ്സും 4 മന്ത്സ് ഇന്റേൺഷിപ്പും ആണ് വരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ വാലിഡ് UK സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം. ഇതിൻ്റെ എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പിന്നെ
പിന്നെ അത് മാത്രമല്ല 100% പ്ലേസ്മെൻറ്റ് ഇൻ്റർവെല്ലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല EMI ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 20% ഡിസ്കൗണ്ടും ഉണ്ടാവും. 2.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലിറ്റിൽ ജീനി കോഴ്സും, +2 വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ കോഴ്സും, പിന്നെ അത് മാത്രമല്ല അത് ട്യൂഷൻ ക്ലാസ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് 15% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ നല്ലൊരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ച് പിന്നീട് അങ്ങനെ ആകാതിരിക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ അവർക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കണമായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് താഴത്തോട്ട് പോയപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവരൊക്കെ. ഇന്ന് സ്പെഷ്യലായിട്ട് മന്തി ഉണ്ട്, നല്ല ചിക്കൻ മന്തി. വാപ്പ ഉമ്മാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാപ്പ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉമ്മാനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. പിന്നെ അയാൻ ബേബിക്ക് ഇപ്പോൾ വാപ്പാനെ കിട്ടിയ പിന്നെ വേറെ ആരെയും വേണ്ട, അതായത് ഓൻ്റെ ഇപ്പപ്പാനെ കിട്ടിയ ഇപ്പപ്പാൻ്റെ ഫാനാണ് ഇപ്പോൾ. ഓനെ വെറുതെ പോയി എടുത്താൽ എനിക്ക് ഇഷ്ടമല്ല. നമ്മളിങ്ങനെ ഓനെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നിരീക്ഷിച്ച് അപ്പോൾ ഒതുങ്ങിയിരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ എടുക്കണത് ഓനക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓനിപ്പോൾ കളിക്കാനൊക്കെ ആയതുകൊണ്ട് തന്നെ സുമിത്താത്താക്ക് നിന്ന് തിരിയാൻ ടൈമില്ല. കുറച്ച് നേരം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ ആളെ കാണുക. ഇതെല്ലാം ഫുഡൊക്കെ റെഡി ആവുന്നതിൻ്റെ മുമ്പുള്ള ബിഹൈൻഡ് ദ സീൻസ് ആണ്. പിന്നെ സ്റ്റിൽ ഇപ്പോഴും സുമിത്താത്ത ആരാന്നുള്ള കമൻറ്റുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എത്ര വട്ടം സുമിത്താത്താനെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എനിക്ക് തന്നെ ഐഡിയ അല്ല. സുമിത്താത്ത എൻ്റെ ഓൺ സിസ്റ്ററാണ്. ഞങ്ങൾ 3 മക്കളാണ്. ഓക്കെ, അയാൻ ബേബി ഉള്ളോട്ട് നമുക്ക് ടൈം പോണതേ അറിയില്ല. ഇനി അയാൻ ബേബി ആരാന്ന് ചോദിക്കേണ്ട, സുമിത്താത്താൻ്റെ ഏക മകനാണ്. പിന്നെ ഇത്രയും നേരം ഞങ്ങളുടെ 4ആളുടെയും വീഡിയോ എടുത്തെന്ന് കാക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഓനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഓൻ്റെ വീഡിയോ എടുത്തതാണ്. ഇതാ ഈ ഒരു ക്ലിപ്പ്. ആഹാ, എത്ര അടിപൊളി ഫ്രെയിം. നാത്തൂന് കാക്കുവിനെ നോക്കുന്നു, കാക്കു ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. സിനിമയിലില്ലാത്ത രംഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞാനും സുമിതാത്തി മാത്രം ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിലോട്ട് പുതിയ ആളിനെയും കൂടി നമ്മളിപ്പോൾ ആഡ് ആക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒക്കെ മാറ്റി പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ കൈ ഇങ്ങനെ കടന്ന് വിറക്കണ പോലത്തെ ഒരു ഇതാണ് ഇപ്പോൾ എപ്പോഴും ഞാൻ വീഡിയോയിലിടുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല. ആദ്യം ഞാനിതാ ഇങ്ങനെ ഒരു കൊറിയൻ ഹേർട്ട് ആയിരുന്നു, പിന്നെ ഞാൻ മറ്റേ തമ്പ് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇതാ ഇങ്ങനെ ആയിക്കണു. എന്താ എൻ്റെ അടുത്ത് ചോദിക്കരുത്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ വന്നു പോവുകയാണ്. ഞാൻ ഇങ്ങനെ ആക്കണതിന് പകരം ഞാൻ എൻ്റെ ചുറ്റിനുള്ള എല്ലാവരെയും കൊണ്ടും അങ്ങനെ ആക്ഷൻ ഇടിപ്പിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ നല്ല മാങ്ങ സീസൺ ആണല്ലോ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ മാങ്ങ കണ്ടുകൊണ്ട് അത് മുറിച്ച് കുറച്ച് നേരം അത് കഴിച്ചു. പിന്നെ കാക്കുവിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അത് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇന്നാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ക്ലാസ്സുകൾ കാണാനുള്ളത് പിന്നെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ കയറി. ഞാൻ മുകളിലാണ് എപ്പോഴും ക്ലാസ് ഇരുന്ന് കാണാറ്, കാരണം താഴത്ത് എപ്പോഴും എല്ലാവരും സംസാരവും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം മുകളിലാവുമ്പോൾ സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ക്ലാസ് കാണാം. പിന്നെ അയാൻ ബേബി നമ്മൾ എന്തെങ്കിലും ചെയ്യണത് കണ്ടാൽ അത് ഓനക്കും വേണം. അപ്പോൾ പിന്നെ താഴത്തിരുന്ന് ക്ലാസ് കാണാമെന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കൽ ഉള്ള ടൈമായി. നല്ല മന്തിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പോയി കഴിക്കണം. ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരിങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട് ഫുള്ള് കണ്ടു തീർത്തിട്ടാണ് ഇറങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അമ്മാനെ പൊക്കി പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും എനിക്ക് ആ ടേസ്റ്റ് ഇപ്പം എൻ്റെ വായിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. കടയിലൊക്കെ കിട്ടുന്ന മന്തി വേറൊരു ടൈപ്പ്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മന്തി വേറൊരു ടൈപ്പാണ്. ഒരു നാടത്തം തുളുമ്പണ മന്തിയാണ് എൻ്റെ അമ്മ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല കുശാലായിട്ട് മന്തിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും മന്തി ഫാൻസ് ആണല്ലേ. ഞാൻ ഇപ്പം അടുത്താണ് അത് റിയലൈസ് ചെയ്തത്. എല്ലാവർക്കും മന്തി മതി. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. ഇനി ഈ നേരം എല്ലാവരും ഉറക്കമായിരിക്കും. അയാൻ ബേബിയൊക്കെ 2 ഉറക്കം കഴിഞ്ഞിരിക്കണു. പിന്നെ നമ്മുടെ നവദമ്പതികൾ സിനിമ കാണാണ്. സിനിമ ഏതാന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ ഇനി പറയണ്ടല്ലോ. ഷാനു ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 2 ആളും അതിരുന്ന് കാണാണ്. കുറച്ച് നേരം ഞങ്ങളും പോയി കണ്ടു. പിന്നെ ഉച്ചല്ലേ, എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് തന്നെ വന്നു. എനിക്ക് ഈ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാംഫുള്ളായിരിക്കും വീട്. ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ എല്ലാവരും ഉറങ്ങായിരിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരിക്കും ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തപ്പോൾ. ഈ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. പൊതുവേ ഞാൻ രാത്രിയൊക്കെ ആയിരുന്നു എഡിറ്റ് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് മാറ്റിയിരിക്കണു ആ ഒരു സംഭവം. ഉച്ചയ്ക്ക് ഉറങ്ങണ സ്വഭാവം എനിക്ക് തീരല്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ അതങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോകും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ആരെയും വീട്ടിൽ കാണാനില്ല. വാപ്പ പിന്നെ ക്രിക്കറ്റ് കളി കാണുന്ന ഒരു തിരക്കിൽ. വാപ്പ ഭയങ്കര ക്രിക്കറ്റ് ഫാനാണ് കേട്ടോ. എത്ര വട്ടം
ചിലപ്പോൾ കണ്ട ഒരു കളി തന്നെ പിന്നെയും ഇരുന്ന് കാണും. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഷാനു നല്ല ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാനു നന്നായിട്ട് കുക്ക് ചെയ്യും. അത്യാവശ്യം എല്ലാ ഒരുവിധ കറികളും ഷാനുവിന് ഉണ്ടാക്കാൻ അറിയും. കുറേ കറികളൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ചെറുപയർ കറി, പിന്നെ അങ്ങനെ കുറച്ച് ഒരു പാലക്കാട് സ്റ്റൈലിലുള്ള കറികളും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇപ്പം നമ്മുടെ ടീ ടൈമാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുകയാണ്. ചായ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ആ ഒരു ദിവസം പോക്കാണ്. ഞാനിത് എത്ര വട്ടം പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, എന്നാലും ഞാൻ പറയുകയാണ്. ചായ ഇപ്പോൾ എത്ര വട്ടം തന്നാലും ഞാൻ കുടിക്കും. ഇപ്പോൾ 2, 3 വട്ടം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചായ എപ്പോൾ കിട്ടിയാലും ഞാനത് ഫസ്റ്റ് ടൈം കുടിക്കണ പോലെ ഞാൻ കുടിക്കും. ചായ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ചായ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുടിക്കണ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സുഖമാണ്. ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ചായയൊക്കെ കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഇപ്പോൾ ഓടിപ്പോയ ആളെ കണ്ടില്ലേ, രാവിലെ മുതൽ കാക്കും വാപ്പയും കൂടി ചെടി നടാൻ തുടങ്ങിയതാണ്. ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതാ 5 റുപ്യയുടെ കോഴിയാണത്. നിങ്ങളങ്ങനെ എത്ര ആൾക്കാർ വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങൾ കാക്കു പുറത്തു പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്. 5 രൂപക്ക് കോഴീനെ കിട്ടില്ല. അങ്ങനെ അവനൊരു 5 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 4 എണ്ണം ചത്തു. ഈ ഒരു ഓറഞ്ച് കളറുള്ള കോഴി മാത്രമേ ഇതുവരെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. റോസ് കളറുള്ളത്, പച്ച കളറുള്ള, മഞ്ഞ, വെള്ള, പിന്നെ ഓറഞ്ച്, അങ്ങനെ 5 കോഴികളുണ്ടായിരുന്നു. അതിൽ 4 എണ്ണം ചത്തു. പിന്നെ ഇപ്പോൾ ഇവരിവിടെ തെങ്ങ് നടാൻ വേണ്ടിയിട്ട് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളിവിടെ വീട് വെക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ ഫുള്ള് നമ്മൾ ഇവിടുന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ മരമോ ചെടികളോ ഒന്നുമില്ല. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് വേണം. 2-3 ദിവസമായിട്ട് ഇവർ ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. ഇപ്പോൾ അതാ തെങ്ങ് നടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിന് മുമ്പ് വേറെ ഏതൊക്കെയോ ചെടികൾ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലാവ്, മാവ്, റംബുട്ടാൻ, അതൊക്കെ. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 ആളും എനിക്ക് വേണ്ടി പോസ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുമിതാത്തി എന്താ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ഓള് കുട്ടിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഓൾ ഇതിലില്ലാത്തത്. പിന്നെ അയാൻ ബേബിനെ എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം. അയാൻ ബേബിനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടോ. അങ്ങനെ ഇതപ്പോൾ ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എല്ലുപൊടിയും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ ഇതിലിടേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്ത് 2-3 എണ്ണം കൂടിയും വെക്കാനാണ്. ഇനി ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല, കാരണം എൻ്റെ ഒരു ആവശ്യകതയും അവിടെ ഇല്ല. അപ്പം ഞാൻ നേരെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറി വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും വിചാരിച്ചു ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന്. ഞാൻ ഇതുവരെയായിട്ട് സിനിമയൊന്നും കാണാൻ പോയിട്ടില്ല. പിന്നെ ഇവരെല്ലാവരും പറഞ്ഞു പോയാലോ എന്ന്. കുറേ ദിവസമായി നമ്മളിത് പ്ലാൻ ഇടുന്നു, പക്ഷേ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ആൻഡ് ഫൈനലി അത് ഇന്നാണ് നടന്നത്. അത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ ദിവസം തന്നെ അത് നടന്നു. ഞാൻ ഇതുവരെയൊന്നും തിയേറ്ററിൽ പോയിട്ട് സിനിമയൊന്നും കണ്ടിട്ടില്ല. കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു കഥയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് അത് സാധിച്ചത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും സിനിമ കാണാൻ വേണ്ടിയിട്ട് നേരെ വിട്ടു. 9:30-ക്കുള്ള ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഗം ഉണ്ടായ പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. വഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് വേഗം പോയി റെഡി ആയിട്ട് നേരെ വണ്ടി കയറി നമ്മൾ സിനിമ കാണാൻ ഇങ്ങോട്ട് എത്തി. ഞാൻ സിനിമ ഏതാണെന്നൊന്നും പറയുന്നില്ല, കണ്ടിട്ട് മനസ്സിലായവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഗസ് ചെയ്യണം. നമ്മൾ തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം 2 മിനിറ്റോളം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ചിപ്സും വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ സിനിമ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. അപ്പോൾ സിനിമ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. സിനിമ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും അതിലേറെ ഒരു 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെ പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും അവരുടെ പണി നോക്കി നേരെ ഉറങ്ങാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലെ വിശേഷങ്ങൾ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണം മറന്നു പോലുണ്ട്, പക്ഷേ ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതാ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.